വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് കുഞ്ഞനന്ദൻ ജയിലിൽ മരിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. കാണുന്ന ദൂരം വരെ നോക്കും, കാരണം മകൻ തിരിച്ചു വരുമോ എന്ന ആശങ്കയിലായിരുന്നു അമ്മ. അത്തരമൊരു ജില്ലയിലെ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നവരാ ഞങ്ങളൊക്കെ. CPM-ന്റെ തനി നിറം നമുക്കറിയാം. അതുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ മനസ്സിന് യാതൊരു കോട്ടവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കൊലപാതകത്തിൻ്റെ അകത്തും വളരെ ഗൗരവമായ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുഞ്ഞനന്ദന്റെ കേസിൻ്റെ അകത്ത് നാടിലുള്ള മുഴുവൻ ആളുകൾക്കും CPM-കാർക്ക് അടക്കം സംശയമുണ്ട് മനസ്സിൽ. ആ സംശയം തീർക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനുണ്ട്. അതുകൊണ്ട് കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണം. ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് കൊയിലാണ്ടിയിലെ കൊലപാതകം ചർച്ചാ വിഷയമാകുന്നത്. കൊന്നത് മുൻ CPM-കാരനാണെങ്കിൽ കൊല്ലപ്പെട്ടത് ലോക്കൽ സെക്രട്ടറിയാണ്. കുഞ്ഞനന്ദന്റെ മരണം സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ ഈ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത്. എല്ലാം വിളിച്ചു പറയുമെന്ന പാർട്ടി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് കുഞ്ഞനന്ദൻ മരിച്ചത്. ഇതേക്കുറിച്ച് അന്വേഷിക്കണം. CPM-കാർ തന്നെ സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം എന്ന് പറയുന്ന പരിപാടി വെറും സ്റ്റേജ് മാനേജർ ഷോയാണ്. നേരത്തെ ആളുകൾക്ക് ചോദ്യം ചോദിക്കേണ്ട ആളുകളെ നേരത്തെ കണ്ടെത്തി, നേരത്തെ അവർക്ക് ചോദ്യം കൊടുത്ത്, അതിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചോദ്യവും വരില്ല എന്ന് ഉറപ്പുവരുത്തി ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പക്കാരെ കാണാൻ പോകുന്നു, വിദ്യാർത്ഥികളെ കാണാൻ പോകുന്നു. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കഴിഞ്ഞ 10 ദിവസമായി ഈ കോൺസ്റ്റബിൾ ലിസ്റ്റിൽ വന്ന ചെറുപ്പക്കാർ സമരം ചെയ്യുക. ഇന്നലെ അവർ പുല്ല് നിന്നാണ് ആ സമരം നടത്തിയത്. കഴിഞ്ഞ ദിവസം ശവമഞ്ചത്തിൽ ഞാൻ പോകുമ്പോൾ ശവമഞ്ചത്തിൽ കിടന്നാണ് സമരം ചെയ്തത്. അവർ മുട്ടിലിഴഞ്ഞാണ് അതിൻ്റെ മുമ്പിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്തത്. അപ്പോൾ പോസ്റ്റിംഗ് നടത്താത്തത് കൊണ്ട്, വേക്കൻസി ഉണ്ടായിട്ടും പോസ്റ്റിംഗ് നടത്താത്ത ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുട്ടിലിഴഞ്ഞും പുല്ല് നിന്നും സമരം ചെയ്യുമ്പോൾ അവരെ കാണാതെ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൊണ്ടുവന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനും ടാർഗറ്റാണ് ഇത്ര ആളുകളെ കൊണ്ടുവരണം. നവകേരള സദസ്സ് ഇത് തന്നെയായിരുന്നു. നവകേരള സദസ്സ് അംഗൻവാടി ടീച്ചർമാരെ, വർക്കർമാരെ, ഹെൽപ്പർമാരെ, കുടുംബശ്രീ പ്രവർത്തകരെ, തൊഴിലുറപ്പ് പ്രവർത്തകരെ, ആശാ വർക്കർമാരെ, സാക്ഷരതാ പ്രേരകരെ, പിന്നെ സ്കൂളിലെ കുട്ടികളെ